ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് റോബർട്ട് ക്ലൈവിനെ കുറിച്ചും വില്യം ബെൻറ്റിക് പ്രഭുവിനെയും കുറിച്ചാണ്. അപ്പോൾ രണ്ടുപേരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളും അത് നമ്മളൊരു കഥാ ഫോമിലാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റോബർട്ട് ക്ലൈവിനെ കുറിച്ച് പഠിക്കാം. റോബർട്ട് ക്ലൈവ് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത്? ഒരു റോബോട്ട് അല്ലേ. ഇനി നമ്മുടെ റോബോട്ട് എന്ന് പറയുന്നത് ഒരു ബാർബറായിരുന്നേ. മുടിയൊക്കെ വെട്ടുന്ന നല്ലൊരു അടിപൊളി ബാർബറായിരുന്നു. ഒരേ സമയം രണ്ടാൾക്കാർക്ക് വരെ മുടി വെട്ടാനുള്ള കഴിവ് നമ്മുടെ റോബോട്ടിനുണ്ടായിരുന്നു കേട്ടോ. ഒരേ സമയത്ത് എത്ര ആൾക്കാർക്കാണ്? രണ്ടാൾക്കാർക്ക് വരെ മുടി വെട്ടാനുള്ള കഴിവ് നമ്മുടെ റോബോട്ടിനുണ്ടായിരുന്നു. എല്ലാ ബാർബർമാരും ചെയ്യണ പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഏപ്രണൊക്കെ ഇടിപ്പിച്ചിട്ടാണ് നമ്മുടെ റോബോട്ട് മുടി വെട്ടിയിരുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഏപ്രണൊക്കെ ഇടിപ്പിച്ചതിന് ശേഷം മുടി വെട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റോബോട്ട് കർണാട്ടിക് സോങ് ഒക്കെ പാടിയിട്ടാണ് മുടി വെട്ടിക്കൊണ്ടിരുന്നത്. ആൾക്കാർക്കൊന്നും ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കർണാട്ടിക് സോങ് പാടിയിട്ടാണ് റോബോട്ട് മുടി വെട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് ആൾക്കാർക്ക് വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല കേട്ടോ. കാരണം അത്ര നല്ല രീതിയിലൊന്നും അല്ല നമ്മുടെ റോബോട്ട് പാട്ട് പാടുന്നത്. അപ്പോൾ ഒത്തിരി ബാഡായിട്ട് തോന്നി. എന്തായിട്ട് തോന്നി? ബാഡായിട്ട് തോന്നി. ഇനി ഈ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടി ഈ പാട്ടൊക്കെ പാടിയതുകൊണ്ട് നമ്മുടെ റോബോട്ടിൻ്റെ കോൺസെൻട്രേഷനൊക്കെ പോയി. അവസാനം ഞാൻ പറഞ്ഞില്ല, ഒരേ സമയത്ത് രണ്ടാൾക്കാർക്ക് മുടി വെട്ടുന്ന റോബോട്ടാണ്. ഒരാളുടെ മുടിക്ക് പകരം തല വെട്ടി. പിന്നെ നമ്മുടെ റോബോട്ടിന് ഭയങ്കര മനസാക്ഷി കുത്ത് വന്നു. അയാൾ എന്തായാലും മരിച്ചല്ലോ. മനസാക്ഷി കുത്തൊക്കെ വന്ന് നമ്മുടെ റോബോട്ട് സൂയിസൈഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ റോബോട്ട് ആത്മഹത്യ ചെയ്തെങ്കിലും പോയിട്ടുള്ളത് സ്വർഗത്തിലേക്കാണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഒരേ സമയത്ത് രണ്ടാൾക്കാരെ മുടി വെട്ടുന്ന ഒരു റോബോട്ടായിരുന്നു. ഭയങ്കര കഠിന അധ്വാനിയായിരുന്നു. ബംഗാളികളുടെയൊക്കെ പോലെ പണി ചെയ്യുന്ന ഒരു റോബോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ റോബോട്ട് എങ്ങോട്ടാണ് പോയത്? സ്വർഗത്തിലേക്കാണ് പോയത്. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിൻറ്റ്സുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് റോബോട്ട് ക്ലൈവ് പഠിക്കാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ക്ലൈവ്. എങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിരുന്നത്? നമ്മുടെ റോബോട്ട് ഒരു ബാർബറായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയതാരാ? റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയതാരാണ്? റോബർട്ട് ക്ലൈവ്. എങ്ങനെ നമ്മളത് കണക്ട് ചെയ്തിരുന്നത്? നമ്മുടെ റോബോട്ട് ഒരേ സമയം രണ്ടാൾക്കാരെ മുടി വെട്ടുന്ന റോബോട്ടായിരുന്നു അല്ലേ. അപ്പോൾ ദ്വിഭരണമായിട്ട് നമുക്കങ്ങനെ കണക്ട് ചെയ്യാമല്ലോ രണ്ടാൾക്കാരെ. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. റോബർട്ട് ക്ലൈവും സിറാജ് ദൗളയും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധം. റോബർട്ട് ക്ലൈവും സിറാജ് ദൗളയും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധം. നമ്മുടെ റോബോട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഏപ്രണൊക്കെ ഇടിപ്പിച്ചിട്ടായിരുന്നു മുടി വെട്ടി തുടങ്ങിയല്ലേ. അപ്പോൾ അതും നമുക്ക് പ്ലാസി യുദ്ധവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാ? 1757 ജൂൺ 23-നാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റ് നോക്കാം. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. നമ്മളെങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരുന്നത്? നമ്മുടെ റോബോട്ട് കർണാട്ടിക് മ്യൂസിക് ഒക്കെ പാടുന്ന ഒരു റോബോട്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? റോബർട്ട് ക്ലൈവ്. പിന്നെ എങ്ങനെയാണ് പാടിയിരുന്നത്? പാടിയപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബാഡായിട്ട് തോന്നി അല്ലേ. അപ്പോൾ അലഹബാദ് പാക്റ്റ് ഒപ്പുവെച്ച ഗവർണർ. അലഹബാദ്, അതാണ് ഞാൻ ബാഡ് പറഞ്ഞ കേട്ടോ, ബാദിനകത്ത് ബാഡ്. അലഹബാദ് പാക്റ്റ് ഒപ്പുവെച്ച ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ റോബോട്ട് അവസാനം ആത്മഹത്യയൊക്കെ ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോയെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ റോബോട്ട് ഒരു ബംഗാളി പോലെയൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഒരേ സമയം രണ്ടാൾക്കാരൊക്കെ മുടി വെട്ടിയിട്ടുള്ള ഒരു റോബോട്ടല്ല. അപ്പോൾ ബംഗാളിയുടെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബംഗാളിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വില്യം പിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വില്യം പിറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു അവസാനം സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവുമായിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യാമല്ലോ. ഓക്കെ, ഇനി എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഭാരതം കീഴടക്കാം എന്ന് പറഞ്ഞ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഭാരതം കീഴടക്കാം എന്ന് പറഞ്ഞ ആരാണ്? റോബർട്ട് ക്ലൈവ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റോബർട്ട് ക്ലൈവിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വില്യം ബെൻറ്റിക് പ്രഭുവിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ വില്യം ബെൻറ്റിക് പ്രഭുവിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയണ അനുസരിച്ചിട്ട് നിങ്ങളതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ നോക്കുക കേട്ടോ. കഥയൊന്നുമല്ല, പക്ഷെ നമുക്കിതൊക്കെ എളുപ്പത്തിൽ വിഷ്വലൈസ് ചെയ്ത് നമുക്കത് ഓർക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നോക്കുക.
വില്യം ബെൻറ്റിക് പ്രഭു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ബെൻറ്റിക് പ്രഭു എന്ന് പറയുമ്പോൾ ബെൻറ്റിക് എന്ന് കേൾക്കുമ്പോൾ എന്താ വരുന്നത്? ബെനഡിക്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ബെനഡിക്റ്റ് ടെസ്റ്റ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ? ബെനഡിക്റ്റ് ടെസ്റ്റ് എന്തിനാണ് നമ്മൾ നടത്താറുള്ളത്? അന്നജത്തിൻ്റെയൊക്കെ ഒരു ടെസ്റ്റ് അല്ലേ? കാർബോഹൈഡ്രേറ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെനഡിക്റ്റ് ടെസ്റ്റ്. ഇനി ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടി നമ്മൾ എങ്ങോട്ടാണ് പോകാറുള്ളത്? ഒരു മെഡിക്കൽ കോളേജ് ആണെന്ന് വിചാരിക്കുക, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ്. നമുക്കിവിടെ മെഡിക്കൽ കോളേജ് എടുക്കാം കേട്ടോ. നമ്മുടെ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിലുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. എവിടെയാണ്? കൽക്കട്ടയിലുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. ഇനി ആ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യണേ. ഈ മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ ആദ്യം കാണുന്നത് ഒരു സ്ത്രീനെയാണ്. ഒരു സ്ത്രീ അവരുടെ പെൺമക്കളുമായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത്. മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീ അവരുടെ പെൺമക്കളുമായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഈ സ്ത്രീയുടെ പേര് സതിയാണെന്ന് വിചാരിക്കുക. സ്ത്രീയുടെ പേരെന്താണ്? സതി. അപ്പോൾ ബെൻറ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരണ്ടേ? ബെനഡിക്റ്റ് ടെസ്റ്റ് ഓർമ്മ വരണം. ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. മെഡിക്കൽ കോളേജ് എവിടെയുള്ള മെഡിക്കൽ കോളേജായിരുന്നു? കൽക്കട്ടയിലുള്ള മെഡിക്കൽ കോളേജായിരുന്നു. അവിടെ വെച്ചൊരു സ്ത്രീയെയും അവരുടെ പെൺമക്കളെയും കാണുന്നു. ഈ സ്ത്രീയുടെ പേരെന്താണ്? സതി എന്നാണ് കേട്ടോ. ഇനി സ്ത്രീ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ചാർട്ട് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ ചാർട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്താണ്. ഈ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഉദാരമനസ്കനായ ഒരു റിസപ്ഷനിസ്റ്റാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ചാർട്ട് എടുക്കാൻ വേണ്ടി പോയി. ചാർട്ട് എടുക്കാൻ പോയിട്ടുള്ളത് ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്തായിരുന്നു. ഈ റിസപ്ഷനിസ്റ്റ് ഭയങ്കര ഉദാരമനസ്കനായിട്ടുള്ളൊരു റിസപ്ഷനിസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത് ഇംഗ്ലീഷ് മെഡിസിൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഇംഗ്ലീഷ് മെഡിസിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? അതായത് നമ്മളെ മാക്സിമം നമ്മുടെ കാശൊക്കെ അവർ തട്ടിയെടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മളെ കൊള്ള ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ? ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്ത. 1835 നമ്മൾ എങ്ങനെ ഇത് കണക്ട് ചെയ്തിരുന്നത്? ബെൻഡിക്റ്റ് പ്രഭു എന്ന് പറയുമ്പോൾ നമ്മൾ ബെനഡിക്റ്റ് ടെസ്റ്റ് ആലോചിക്കും. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മെഡിക്കൽ കോളേജ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്ത. 1835 കേട്ടോ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ബെൻഡിക്റ്റ് പ്രഭു ആണ്. അതിൻ്റെ വർഷം ഒന്ന് ഓർത്ത് വയ്ക്കുക, 1829. നമ്മൾ പറഞ്ഞല്ലോ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ആദ്യം കണ്ട ആരെയാണ്? ഒരു സ്ത്രീ അവരുടെ പെൺമക്കളുമായിട്ടൊക്കെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ആ സ്ത്രീയുടെ പേരെന്തായിരുന്നു? സതി. ഓക്കെ, അപ്പോൾ സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ബെൻഡിക്റ്റ് പ്രഭു ആണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ നാഴികക്കല്ല് എന്നറിയപ്പെട്ടിരുന്നത് മെക്കാളെ മിനിറ്റ്സ് ആണ്. എങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിരുന്നത്? സ്ത്രീ അവരുടെ മക്കളുമായിട്ട് വന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ മെക്കാളെ മിനിറ്റ്സുമായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഇനി മെക്കാളെ മിനിറ്റ്സിനെ കുറിച്ച് ഒരു പോയിന്റ് കൂടി നമുക്ക് പറയാനുണ്ട്. മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കപ്പെട്ടപ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെൻഡിക്റ്റ് പ്രഭു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത് നോക്കാം. പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്റ്റ് പ്രഭു ആണ്. എങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിരുന്നത്? പെൺമക്കളുമായിട്ട് അല്ലേ? അപ്പോൾ മെക്കാളെ മിനിറ്റ്സ് നമ്മൾ പഠിച്ചു, സതി പഠിച്ചു, അതുപോലെ തന്നെ പെൺകുട്ടികളാണ്. അപ്പോൾ പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? ബെൻഡിക്റ്റ് പ്രഭു. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്റ്റ് പ്രഭു ആണ്. എങ്ങനെ കണക്ട് ചെയ്തിരുന്നത്? നമ്മൾ ചാർട്ട് എടുക്കാൻ പോകുന്നൊക്കെ കണക്ട് ചെയ്തിരുന്നില്ലേ? അപ്പോൾ ചാർട്ടർ ആക്ടുമായിട്ട് നമുക്കിവിടെ ആലോചിക്കാം കേട്ടോ. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്റ്റ് പ്രഭു. അടുത്ത പോയിന്റ് നോക്കാം. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന ആരാണ്? വില്യം ബെൻഡിക്റ്റ് പ്രഭു. നമ്മളെങ്ങനെ കണക്ട് ചെയ്തിരുന്നത്? നമ്മുടെ ചാർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്തോട്ട് പോയി. റിസപ്ഷനിസ്റ്റ് ഭയങ്കര ഉദാരമനസ്കനായ റിസപ്ഷനിസ്റ്റാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ആ പോയിന്റ് ആലോചിക്കാമല്ലോ. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന ആരാണ്? വില്യം ബെൻഡിക്റ്റ് പ്രഭു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്റ്റ് പ്രഭു. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡോക്ടറിനൊക്കെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്ന എന്താണ്? ഇംഗ്ലീഷ് മെഡിസിൻസ് ആണ് അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് മെഡിസിൻ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്റ്റ് പ്രഭു. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്റ്റ് പ്രഭു. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്റ്റ് പ്രഭു എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്റ്റ് പ്രഭു. തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്റ്റ് പ്രഭു. ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിരുന്നത്? ഇംഗ്ലീഷ് മെഡിസിൻസ് ആണ് ഈ ഒരു മെഡിക്കൽ കോളേജിൽ കൊടുത്തതെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മളെ കൊള്ള ചെയ്യാൻ വേണ്ടി, നമ്മുടെ പണമൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ആ ഒരു ചിന്തയല്ല നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ കൊള്ളയും അതേപോലെ തന്നെ തഗ്ഗുകൾ അങ്ങനെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്റ്റ് പ്രഭു.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ്സ് ഭയങ്കര വാല്യുബിൾ ആണ്. കാരണം വായിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ തരത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചാൽ വില്യം ബെൻറ്റിക് പ്രഭുവിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ റോബർട്ട് ക്ലൈവിനെ കുറിച്ച് പഠിച്ചു. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.